സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് മെത്തഡോളജി ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്. ഇതിലെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഹൗ ക്യാൻ ഹിസ്റ്റോറിയൻസ് പ്രിപ്പയറിംഗ് ഡാറ്റ ഷീറ്റ്സ് ഫോർ ഡോക്യുമെൻറ്റേഷൻ? ഡോക്യുമെൻറ്റേഷന് വേണ്ടി എങ്ങനെയാണ് ഡാറ്റ ഷീറ്റ് ഹിസ്റ്റോറിയൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രാദേശിക ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിൽ ഡാറ്റ ഷീറ്റുകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ചരിത്രപരമായ വിവരങ്ങൾ ചിട്ടയായും വ്യക്തമായും രേഖപ്പെടുത്തുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഈ ഷീറ്റുകൾ ചരിത്രകാരന്മാരെ സഹായിക്കുന്നുണ്ട്. പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്നും ദ്വിതീയ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ക്രമീകരിക്കുന്നതിലൂടെ ഗവേഷണം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമായി മാറുന്നു. ഒരു ഡാറ്റ ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളാണ്: വിവരങ്ങളുടെ ഉറവിടം വ്യക്തമാക്കുക. ഓരോ ഡാറ്റ ഷീറ്റിലും രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ഏത് ഉറവിടത്തിൽ നിന്നാണ് ലഭിച്ചത് എന്ന് വ്യക്തമാക്കണം. പ്രാഥമിക സ്രോതസ്സുകളായ പഴയ രേഖകൾ, കത്തുകൾ, ഡയറി കുറിപ്പുകൾ, സർക്കാർ രേഖകൾ, ഫോട്ടോകൾ, ഓഡിയോ വീഡിയോ ടേപ്പുകൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നൽകണം. ദ്വിതീയ സ്രോതസ്സുകളായ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവയാണെങ്കിൽ അവയുടെ രചയിതാവ്, പ്രസിദ്ധീകരണ വർഷം, പേജ് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഓരോ വിവരത്തിനും അതിൻ്റേതായ ഉറവിടം രേഖപ്പെടുത്തുന്നത് വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ സഹായിക്കും. തീയതിയും സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തുക. ചരിത്രപരമായ സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തീയതിയും സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സംഭവവും നടന്ന കൃത്യമായ തീയതി രേഖപ്പെടുത്തണം. സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ ഗ്രാമം, പട്ടണം, ജില്ല, രാജ്യം എന്നിവ ഉൾപ്പെടുത്തണം. തീയതിയിലോ സ്ഥലത്തിലോ അവ്യക്തതയുണ്ടെങ്കിൽ ലഭിച്ച രേഖകളിൽ നിന്നുള്ള സൂചനകൾ നൽകാം, അല്ലെങ്കിൽ സംശയം രേഖപ്പെടുത്താം. പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിയുക. ഡാറ്റ ഷീറ്റിൽ പരാമർശിക്കുന്ന പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ രേഖപ്പെടുത്തണം. വ്യക്തികളുടെ പേര്, അവരുടെ പങ്ക്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്നീ വിവരങ്ങൾ നൽകണം. സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ അവയുടെ പേര്, സ്ഥാപിതമായ വർഷം, പ്രധാന പ്രവർത്തകർ, ലക്ഷ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. സംഭവങ്ങളുടെയും വസ്തുതകളുടെയും വിശദാംശങ്ങൾ നൽകുക. ഡാറ്റ ഷീറ്റിൽ രേഖപ്പെടുത്തുന്ന ഓരോ സംഭവത്തെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകണം. എന്ത് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എവിടെ സംഭവിച്ചു, ആരാണ് അതിൽ പങ്കെടുത്തത്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തണം. വസ്തുതകൾ രേഖപ്പെടുത്തുമ്പോൾ അവയുടെ പ്രാധാന്യം, ചരിത്രപരമായ പശ്ചാത്തലം എന്നിവ വ്യക്തമാക്കണം. വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള സൂചനകൾ നൽകുക. ഡാറ്റ ഷീറ്റിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ഭാവിയിൽ വിശകലനം ചെയ്യുന്നതിന് സഹായകമായ സൂചനകൾ നൽകണം. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ മാറ്റത്തിൻ്റെ കാരണങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ഹ്രസ്വമായ കുറിപ്പുകൾ ചേർക്കാം. ഇത് പിന്നീട് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ചരിത്രരചന നടത്തുമ്പോൾ സഹായകമാകുന്നു. ഏകീകൃതമായുള്ള ഫോർമാറ്റ് പിന്തുടരുക. ഡാറ്റ ഷീറ്റുകൾ തയ്യാറാക്കുമ്പോൾ ഒരു ഏകീകൃത ഫോർമാറ്റ് പിന്തുടരുന്നത് വിവരങ്ങൾ താരതമ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും എളുപ്പമാകുന്നു. ഓരോ ഡാറ്റ ഷീറ്റിലും ഉൾപ്പെടുത്തേണ്ട പ്രധാന തലക്കെട്ടുകൾ മുൻകൂട്ടി നിശ്ചയിക്കണം. ഉദാഹരണത്തിന്, ഉറവിടം, തീയതി, സ്ഥലം, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഭവം, വിശകലന സൂചനകൾ എന്നിങ്ങനെ ഒരു പൊതുവായ ഫോർമാറ്റ് ഉപയോഗിക്കണം. ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക. വിവരങ്ങൾ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിനും എളുപ്പത്തിൽ തിരയുന്നതിനും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നത് നല്ലതാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ, ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഡാറ്റ ഷീറ്റുകൾ തയ്യാറാക്കാം. ഇത് വിവരങ്ങൾ ക്രമീകരിക്കാനും ഫിൽറ്റർ ചെയ്യാനും വിശകലനം ചെയ്യാനും സഹായിക്കും. ചുരുക്കത്തിൽ, ചരിത്രകാരന്മാർ ഡാറ്റ ഷീറ്റുകൾ തയ്യാറാക്കുമ്പോൾ വിവരങ്ങളുടെ ഉറവിടം, തീയതി, സ്ഥലം, പ്രധാന വ്യക്തികൾ, സംഭവങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയും വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള സൂചനകൾ നൽകുകയും ഏകീകൃതമായ ഫോർമാറ്റ് പിന്തുടരുകയും വേണം. ഈ രീതിയിലുള്ള ചിട്ടയായ രേഖപ്പെടുത്തൽ പ്രാദേശിക ചരിത്ര ഗവേഷണത്തെ കൂടുതൽ ആധികാരികവും വസ്തുനിഷ്ഠവുമാക്കാൻ സഹായിക്കും. ഡിഫൈൻ ലോക്കൽ ഹിസ്റ്ററി. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിലെ മനുഷ്യരുടെയും സംഭവങ്ങളുടെയും പഠനമാണ് പ്രാദേശിക ചരിത്രം.
ഒരു ഗ്രാമം, ഒരു പട്ടണം, നഗരം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ദേശീയ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രാദേശിക ചരിത്രം ഒരു പ്രത്യേക പ്രദേശത്തിന്റെ സവിശേഷമായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ ആളുകളുടെ ജീവിത രീതികൾ, അവരുടെ പാരമ്പര്യങ്ങൾ, പ്രാദേശിക സ്ഥാപനങ്ങളുടെ വളർച്ച, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം, പ്രാദേശിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രാദേശിക ചരിത്രത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രാദേശിക ചരിത്ര രചനയിൽ വിവിധ പ്രക്രിയകൾ ഉൾപ്പെടുന്നുണ്ട്. വിഷയനിർണയം. പ്രാദേശിക ചരിത്രരചനയുടെ ആദ്യപടി പഠനത്തിനായുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ചോ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തെക്കുറിച്ചോ ഉള്ള വിഷയമായിരിക്കാം. വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഗവേഷകന് താല്പര്യമുള്ളതും മതിയായ വിവരങ്ങൾ ലഭിക്കുന്നതുമായിരിക്കണം. പ്രാഥമിക സ്രോതസ്സുകളുടെ ശേഖരണം. പ്രാദേശിക ചരിത്രരചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. പഠന വിഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക സ്രോതസ്സുകൾ കണ്ടെത്തുകയും ശേഖരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാന ലക്ഷ്യം. ഇതിൽ പഴയ രേഖകൾ, സർക്കാർ രേഖകൾ, വ്യക്തിഗത രേഖകൾ, ഫോട്ടോകൾ, ഭൂപടങ്ങൾ, വാമൊഴി ചരിത്രങ്ങൾ, പുരാവസ്തുക്കൾ, നാണയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ സ്രോതസ്സുകൾ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ദ്വിതീയ സ്രോതസ്സുകളുടെ അവലോകനം. പ്രാഥമിക സ്രോതസ്സുകൾ ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ദ്വിതീയ സ്രോതസ്സുകളും ശേഖരിക്കുകയും അവലോകനം ചെയ്യുകയും വേണം. ഇത് വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള അറിവ് മനസ്സിലാക്കാനും ഗവേഷണത്തിന്റെ പരിമിതികളും സാധ്യതകളും തിരിച്ചറിയാനും സഹായിക്കും. വിവരങ്ങളുടെ വിശകലനം. ശേഖരിച്ച പ്രാഥമിക, ദ്വിതീയ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് വിശകലനം ചെയ്യണം. ഓരോ രേഖയിലെയും വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുകയും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുകയും വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുകയും വേണം. തീയതി, സ്ഥലം, വ്യക്തികൾ, സംഭവങ്ങൾ എന്നിവയുടെ കാലഗണന ക്രമീകരിക്കുകയും കാരണങ്ങളും ഫലങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും വേണം. വാമൊഴി ചരിത്ര ശേഖരണം. പ്രാദേശിക ചരിത്രത്തിലെ വാമൊഴി ചരിത്രത്തിന് സുപ്രധാനമായ സ്ഥാനമുണ്ട്. പഴയ തലമുറകളിലെ ആളുകളുമായി അഭിമുഖം നടത്തി അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിന്റെ ലിഖിത രേഖകളിൽ ഇല്ലാത്ത പല വിവരങ്ങളും വെളിച്ചത്തു കൊണ്ടുവരാൻ സഹായിക്കും. അഭിമുഖങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണം. ചോദ്യങ്ങൾ വ്യക്തവും തുറന്നതുമായിരിക്കണം. ലഭിക്കുന്ന വിവരങ്ങൾ മറ്റ് സ്രോതസ്സുകളുമായി താരതമ്യം ചെയ്ത് ഉറപ്പുവരുത്തണം. രചനകളുടെ ഘടന രൂപപ്പെടുത്തുക. ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ചരിത്രരചനയുടെ ഒരു ഘടന രൂപപ്പെടുത്തണം. പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാലഘട്ടം, പ്രധാന വിഷയങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന ഒരു ആമുഖം ഉണ്ടായിരിക്കണം. തുടർന്ന് വിവരങ്ങളെ യുക്തിസഹമായി ക്രമീകരിച്ച് അധ്യായങ്ങളായി തിരിക്കണം. ഓരോ അധ്യായത്തിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ കാലഘട്ടത്തെക്കുറിച്ചോ വിശദീകരിക്കണം. അവസാനമായിട്ട് പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ സംഗ്രഹിച്ചുകൊണ്ട് ഒരു ഉപസംഹാരം നൽകണം. ഘടന രൂപപ്പെടുത്തിയ ശേഷം ശേഖരിച്ച വിവരങ്ങളെയും വിശകലനങ്ങളെയും അടിസ്ഥാനമാക്കി ചരിത്രപരമായിട്ടുള്ള രചന ആരംഭിക്കാം. ലളിതമായ ഭാഷയും വ്യക്തമായ ശൈലിയും ഉപയോഗിച്ച് വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ചരിത്രം അവതരിപ്പിക്കണം. വസ്തുക്കൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ഓരോ വാദത്തിനും മതിയായ തെളിവുകൾ നൽകുകയും വേണം. വ്യക്തിപരമായ അഭിപ്രായങ്ങളോ മുൻധാരണകളോ രചനയിൽ കടന്നുകൂടാൻ പാടില്ല. അവലംബങ്ങളും അടിക്കുറിപ്പുകളും. ചരിത്രരചനയിൽ ഉപയോഗിച്ച എല്ലാ പ്രാഥമിക, ദ്വിതീയ സ്രോതസ്സുകളും അവലംബങ്ങളുടെ പട്ടികയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഓരോ വിവരത്തിനും നൽകിയിട്ടുള്ള തെളിവുകൾ അടിക്കുറിപ്പായിട്ട് ചേർക്കണം. ഇത് രചനയുടെ ആധികാരികതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കും. പുനരവലോകനവും എഡിറ്റിങ്ങും. ചരിത്രരചന പൂർത്തിയാക്കിയ ശേഷം അത് ശ്രദ്ധാപൂർവം വായിച്ച് പുനരവലോകനം ചെയ്യണം. വ്യാകരണ തെറ്റുകൾ, ശൈലീപരമായ പ്രശ്നങ്ങൾ, വസ്തുതാപരമായ പിഴവുകൾ എന്നിവ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് രചനയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ വിവിധ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാദേശിക ചരിത്രകാരന്മാർ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ സവിശേഷമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നേടുകയും അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. പ്രാദേശിക ചരിത്രം ഒരു പ്രദേശത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ലോക്കൽ റിസർച്ച്. പ്രാദേശിക ചരിത്ര ഗവേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രാദേശിക ചരിത്ര ഗവേഷണം എന്നത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ്. ഒരു ഗ്രാമം, പട്ടണം, നഗരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശം എന്നിങ്ങനെയുള്ള ഒരു ചെറിയ ഭൂവിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പഠനം അവിടുത്തെ ആളുകൾ, സംസ്കാരം, സാമൂഹിക ഘടന, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. പ്രാദേശിക ചരിത്ര ഗവേഷണം വിവിധ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. ഓരോ ഘട്ടവും ഗവേഷണത്തിന്റെ ലക്ഷ്യത്തെയും രീതിശാസ്ത്രത്തെയും സ്വാധീനിക്കുന്നു. ഈ ഘട്ടത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം.
ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കലും പ്രാഥമിക പഠനവുമാണ് ഒന്നാമത്തെ ഘട്ടം. പ്രാദേശിക ചരിത്ര ഗവേഷണത്തിന്റെ ആദ്യഘട്ടം എന്നത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക പ്രദേശവും വിഷയവും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഗവേഷകന്റെ താല്പര്യങ്ങൾ, പ്രദേശത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം, ലഭ്യമായ ഉറവിടങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വിഷയം വ്യത്യസ്തമാകുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ഗ്രാമത്തിലെ കാർഷിക രീതികളുടെ പരിണാമം, ഒരു പട്ടണത്തിലെ വ്യാവസായിക വളർച്ച, ഒരു പ്രദേശത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. വിഷയം തിരഞ്ഞെടുത്ത ശേഷം ഗവേഷകൻ ആ പ്രദേശത്തെക്കുറിച്ചും തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുമുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതിനായിട്ട് പ്രാദേശിക ചരിത്ര രേഖകൾ, പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, സർവേ റിപ്പോർട്ടുകൾ എന്നിവ പരിശോധിക്കാവുന്നതാണ്. ഈ പ്രാഥമിക പഠനം ഗവേഷണത്തിന്റെ വ്യാപ്തിയും സാധ്യതയും നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഗവേഷണത്തിന് ഒരു വ്യക്തമായ ദിശാബോധം നൽകാനും ഇത് ഉപകരിക്കുന്നുണ്ട്. വിവരശേഖരണം പ്രാദേശിക ചരിത്ര ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് വിവരശേഖരണം. ഈ ഘട്ടത്തിൽ ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമികവും ദ്വിതീയവുമായ ഉറവിടങ്ങൾ കണ്ടെത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. പ്രാഥമിക ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഈ വിഭാഗത്തിൽ നേരിട്ടുള്ളതും സമകാലികവുമായ രേഖകളാണ് ഉൾപ്പെടുന്നത്. പഴയകാല രേഖകൾ, അതായത് കയ്യെഴുത്തുകൾ, ഔദ്യോഗിക രേഖകൾ, കച്ചവട രേഖകൾ, വ്യക്തിഗത ഡയറി കുറിപ്പുകൾ, കത്തുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരാവസ്തുക്കൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം പുരാവസ്തുക്കളിൽ പെടുന്നതാണ്. വാമൊഴി ചരിത്രങ്ങൾ, അതായത് പ്രായമായ ആളുകളുമായുള്ള അഭിമുഖങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ഭൂപടങ്ങൾ, ഇവയെല്ലാം പ്രാഥമിക ഉറവിടങ്ങളാണ്. പ്രാദേശിക ചരിത്ര ഗവേഷണത്തിൽ വാമൊഴി ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം രേഖപ്പെടുത്താത്ത പല സാമൂഹിക സാംസ്കാരിക അനുഭവങ്ങളും വാമൊഴിയിലൂടെ നമുക്ക് ലഭിക്കും. ദ്വിതീയ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഈ വിഭാഗത്തിൽ പ്രാഥമിക ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, ജീവചരിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ദ്വിതീയ ഉറവിടങ്ങൾ പ്രാഥമിക വിവരങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നൽകുകയും ഗവേഷകന് ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരശേഖരണത്തിനായി ഗവേഷകൻ ലൈബ്രറികൾ, ആർക്കൈവുകൾ, മ്യൂസിയങ്ങൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ, വ്യക്തിഗത രേഖകൾ എന്നിവ സന്ദർശിക്കേണ്ടി വരും. ഓരോ ഉറവിടവും ശ്രദ്ധാപൂർവം പരിശോധിച്ച് ഗവേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. വിവര വിശകലനം ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക എന്നത് ഗവേഷണത്തിന്റെ നിർണായകമായ അടുത്ത ഘട്ടമാണ്. ലഭിച്ച പ്രാഥമികവും ദ്വിതീയവുമായുള്ള വിവരങ്ങൾ തരംതിരിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ വിവരവും എത്രത്തോളം വിശ്വസനീയമാണെന്ന് വിലയിരുത്തണം. പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ദ്വിതീയ ഉറവിടങ്ങളുമായി താരതമ്യം ചെയ്ത് വസ്തുതകൾ ഉറപ്പിക്കണം. വിവര വിശകലനത്തിനായി വിവിധ ചരിത്രപരമായ രീതികളും സിദ്ധാന്തങ്ങളും ഉപയോഗിക്കാം. സാമൂഹിക ചരിത്രം, സാമ്പത്തിക ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, സാംസ്കാരിക ചരിത്രം എന്നിങ്ങനെയുള്ള വിവിധ ചരിത്ര പഠനശാഖകളുടെ രീതിശാസ്ത്രം ഈ ഘട്ടത്തിൽ പ്രയോജനകരമായിരിക്കാം. ലഭിച്ച വിവരങ്ങളെ കാലഗണനാക്രമത്തിൽ അടുക്കുകയും കാരണങ്ങളും ഫലങ്ങളും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. വ്യാഖ്യാനങ്ങളും നിഗമനങ്ങളും വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷകൻ കണ്ടെത്തലുകൾ വ്യാഖ്യാനിക്കുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ശേഖരിച്ച വിവരങ്ങൾ എങ്ങനെ പ്രാദേശിക ചരിത്രത്തെ സ്വാധീനിച്ചു, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, ഏതൊക്കെ ഘട്ടങ്ങളാണ് ഇതിന് കാരണമായത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും പുതിയ അറിവുകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ഉദ്ദേശം. വ്യാഖ്യാനങ്ങൾ വസ്തുനിഷ്ഠവും തെളിവുകളിൽ അടിസ്ഥാനമാക്കി ഉള്ളതുമായിരിക്കണം. വ്യക്തിപരമായ അഭിപ്രായങ്ങളോ മുൻധാരണകളോ നിഗമനങ്ങളിൽ വരാതെ ശ്രദ്ധിക്കണം. പ്രാദേശിക ചരിത്രത്തിന്റെ സവിശേഷതകളും സങ്കീർണതകളും വ്യക്തമാക്കുന്ന ഒരു സമഗ്രമായ ചിത്രം അവതരിപ്പിക്കാൻ ഗവേഷകൻ ശ്രമിക്കണം. റിപ്പോർട്ട് തയ്യാറാക്കലും അവതരണവും ഗവേഷണത്തിന്റെ അവസാന ഘട്ടം എന്നത് കണ്ടെത്തലുകൾ ഒരു റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിലെ ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ, രീതിശാസ്ത്രം, വിവരശേഖരണത്തിന്റെ ഉറവിടങ്ങൾ, വിശകലന രീതികൾ, കണ്ടെത്തലുകൾ, നിഗമനങ്ങൾ എന്നിവ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. റിപ്പോർട്ട് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ എഴുതാൻ ശ്രദ്ധിക്കണം. ആവശ്യമായ സ്ഥലങ്ങളിലെ ഭൂപടങ്ങൾ, ചിത്രങ്ങൾ, പട്ടികകൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് റിപ്പോർട്ടിന് കൂടുതൽ വ്യക്തത നൽകുന്നതായിരിക്കും. റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഗവേഷകൻ തന്നെ കണ്ടെത്തലുകൾ അക്കാദമിക് സെമിനാറുകളിലോ മറ്റു പൊതുവേദികളിലോ അവതരിപ്പിക്കണം. ഇത് മറ്റ് ഗവേഷകരുമായി ആശയവിനിമയം നടത്താനും പഠനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ സ്വീകരിക്കാനും സഹായിക്കും. ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് കണ്ടെത്തലുകൾ എത്തിക്കാൻ സാധിക്കും. പ്രാദേശിക ചരിത്ര ഗവേഷണം ഒരു പ്രദേശത്തിന്റെ മറഞ്ഞുപോയ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്ത ചരിത്രത്തെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതൊരു സമൂഹത്തിന്റെ സ്വത്വത്തെയും പൈതൃകത്തെയും മനസ്സിലാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. വിവിധ ഘട്ടങ്ങളിലൂടെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നതിലൂടെ പ്രാദേശിക ചരിത്ര ഗവേഷണം ചരിത്ര പഠനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ സഹായിക്കുന്നു. Write an essay on the contribution of Romila Thapar to the study of history.
ചരിത്ര പഠനത്തിൽ റോമില താപ്പറുടെ പങ്കാണ് ചോദിക്കുന്നത്. പുരാതന ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള പഠനങ്ങളും വിശകലനങ്ങളും ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. മാർക്സിസ്റ്റ് ചരിത്രരചനയുടെ ശക്തിയായിട്ടുള്ള വക്താവാണ് റോമില താപ്പർ. സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തെ പുതിയ വെളിച്ചത്തിൽ അവതരിപ്പിച്ചു. താപ്പർ ഇന്ത്യൻ ചരിത്രത്തെ കേവലം രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും കഥയായി ചുരുക്കുന്നതിൽ നിന്നും മാറ്റി സാധാരണക്കാരുടെയും സാമൂഹിക സ്ഥാപനങ്ങളുടെയും ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരുടെ ഫ്രം ലീനേജ് ടു സ്റ്റേറ്റ് എന്ന കൃതിയിൽ ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് എങ്ങനെ രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിശകലനം ശ്രദ്ധേയമാണ്. സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക വികസനം, പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങൾ എന്നിവ എങ്ങനെ രാഷ്ട്രീയ അധികാരത്തിന്റെ വളർച്ചയെ സ്വാധീനിച്ചു എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള താപ്പറുടെ പഠനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ അടിത്തറയായ ഈ സാമൂഹിക ശ്രേണിയുടെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ജാതി എന്നത് ഒരു മാറ്റമില്ലാത്ത ഘടനയല്ലെന്നും കാലക്രമേണ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവർ വാദിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ അധികാരം, സാമൂഹിക ആചാരങ്ങൾ എന്നിവ ജാതി വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അവരുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മതത്തെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള താപ്പറുടെ കാഴ്ചപ്പാടുകൾ പരമ്പരാഗതമായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മതം എന്നത് കേവലം വിശ്വാസങ്ങളുടെ ഒരു കൂട്ടമല്ലെന്നും അത് സാമൂഹികവും രാഷ്ട്രീയവുമായ അധികാര ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണെന്നും അവർ പറയുന്നുണ്ട്. ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ മതങ്ങളുടെ വളർച്ചയും വ്യാപനവും അന്നത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം 1 എന്ന അവരുടെ കൃതി ഈ വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനത്തിന് ഉദാഹരണമാണ്. ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിൽ താപ്പർ വലിയ മാറ്റങ്ങൾ വരുത്തി. അവർ പ്രാഥമിക ഉറവിടങ്ങൾക്ക്, പ്രത്യേകിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ വിവരങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. പുരാവസ്തു ഗവേഷണങ്ങൾ, ലിഖിത രേഖകൾ, നാണയങ്ങൾ, സാഹിത്യകൃതികൾ എന്നിവയെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതിലൂടെ ചരിത്രത്തെ കൂടുതൽ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവർ വാദിച്ചു. വാമൊഴി ചരിത്രത്തിനും നാടോടി പാരമ്പര്യങ്ങൾക്കും ചരിത്ര പഠനത്തിൽ സ്ഥാനമുണ്ടെന്ന് അവർ ഊന്നി പറയുന്നുണ്ട്. താപ്പർ ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ച് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എപ്പോഴും എടുത്തു പറഞ്ഞു. ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വർത്തമാനകാലത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനും സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ചരിത്രത്തെ ഒരു മ്യൂസിയത്തിലെ വസ്തുവായി കാണാതെ വർത്തമാനകാലത്തെ സ്വാധീനിക്കുന്ന ഒരു ജീവനുള്ള പ്രക്രിയയായിട്ട് കാണാൻ അവർ നമ്മെ പ്രേരിപ്പിച്ചു. അക്കാദമിക് രംഗത്തും പൊതുരംഗത്തും താപ്പർ ഒരുപോലെ സജീവമാണ്. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും അവർ പ്രസിദ്ധീകരിച്ചു. അവരുടെ ലളിതമായ ഭാഷയും ആഴത്തിലുള്ള വിശകലനവും ചരിത്രത്തെ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റി. ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ പ്രഭാഷണങ്ങളും അഭിമുഖങ്ങളും വലിയ ജനശ്രദ്ധ നേടിയവയാണ്. ഇത്രയാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.